നമസ്കാരം. ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന നിർമ്മാതാക്കളിൽ ഒരാളാണ് ആന്റണി പെരുമ്പാവൂർ. മലയാള സിനിമയെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചു കയറ്റിയ നിർമ്മാണ കമ്പനിയാണ് ആശീർവാദ് സിനിമാസ്. തിയേറ്ററുകൾ ഇളക്കി മറിച്ച നരസിംഹത്തിലൂടെയായിരുന്നു കടന്നുവരവ്. പ്രേക്ഷകർ ആഘോഷമാക്കിയ പല മോഹൻലാൽ സിനിമയിലൂടെയും തുടക്കത്തിൽ നിർമ്മാണം ആന്റണി പെരുമ്പാവൂർ എന്ന ടൈറ്റിൽ തെളിഞ്ഞു. മംഗളശ്ശേരി നീലകണ്ഠൻ രണ്ടാം വരവ് നടത്തിയ രാവണപ്രഭുവും തല്ലി തോൽപ്പിക്കാനായി വെല്ലുവിളിച്ച മുള്ളൻകൊല്ലി വേലായുധന്റെ നരനും മലയാള സിനിമയുടെ തലവര മാറ്റിയ ജോർജ് കുട്ടിയുടെ ദൃശ്യവും 200 കോടി ക്ലബിൽ ഇടം നേടിയ ലൂസിഫറുമെല്ലാം ആശീർവാദിന്റെ ആകാശത്തിൽ തിളക്കമേറിയ ചില നക്ഷത്രങ്ങൾ മാത്രം. ഇന്ന് സിനിമാ ലോകത്തെ ശ്രദ്ധേയ കൂട്ടുകെട്ടാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും. മോഹൻലാലിന്റെ കരിയറിലും ജീവിതത്തിലും വലിയ സ്വാധീനം ആന്റണി പെരുമ്പാവൂരിനുണ്ട്. ഇപ്പോഴിതാ പ്രണവിന്റെ ആദ്യ സിനിമയുടെ അരങ്ങേറ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ആന്റണിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ആദി ആശീർവാദ് സിനിമാസിന്റെ 22ാമത്തെ ചിത്രം പ്രണവ് മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രം എന്ന നിലയിൽ മാർക്ക് ചെയ്യപ്പെട്ടവയാണ്. ലാൽ സാറിനും സുചേച്ചിക്കും മായയ്ക്കും ആ കുടുംബവുമായി അടുപ്പമുള്ള എല്ലാവർക്കും അത് അഭിമാനത്തിന്റെ നിമിഷമായിരുന്നു. ജിത്തു ജോസഫ് സംവിധാനത്തിലുള്ള ആ തുടക്കം ഏറ്റവും മികച്ച ചോയ്സ് ആയിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പുവിനെ അദ്ദേഹം ഏറ്റവും കംഫർട്ട് ആക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനൊപ്പം അപ്പുവിന്റെ തുടക്കത്തെക്കുറിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്ന അതേ കാഴ്ചപ്പാട് തന്നെ ജിത്തു ജോസഫിനും ഉണ്ടായിരുന്നു. സിനിമയിലുടനീളമുള്ള അപ്പുവിന്റെ ആകർഷണമായ പ്രകടനത്തെ പ്രശംസിക്കപ്പെട്ടു. മലയാള സിനിമയിലെ നല്ല ഒരു നായക നടനായ അപ്പുവിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും സാധിച്ചു. മികച്ച സംവിധായകനും ഞങ്ങളുടെ ടീമിന്റെ പ്രതിബദ്ധതയും കൊണ്ട് ആദി ഞങ്ങൾക്കെല്ലാവർക്കും അവിസ്മരണീയമായ ഒരു അരങ്ങേറ്റവും വൈകാരിക യാത്രയുമായി മാറി. തലമുറകൾക്കപ്പുറമുള്ള പ്രേക്ഷകരിൽ നിന്ന് ചിത്രത്തിന് ലഭിച്ച സ്നേഹത്തിന് നന്ദി അറിയിക്കുന്നു. അപ്പുവിന്റെ ആദ്യ സിനിമയെ ഞങ്ങളുടെ യാത്രയിലെ മൈൽ സ്റ്റോൺ ആക്കി മാറ്റി. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ മോഹൻലാൽ അല്ലാതെ മറ്റൊരു നടൻ അഭിനയിച്ച ഒരേ ഒരു ചിത്രമായിരുന്നു ആദി. അപ്പു ജനിച്ച നാൾ മുതൽ ഊട്ടിയുറപ്പിച്ച ബന്ധം. അവൻ എന്റെ ഹൃദയത്തിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അപ്പുവിന്റെ അരങ്ങേറ്റം എന്നും സ്വപ്നമായിരുന്നു. ലാൽ സാറിനും അപ്പുവിനും ആദിയുടെ മുഴുവൻ ടീമിനും ഈ പറയപ്പെട്ട ഓർമ്മയുടെ ഭാഗമായതിന് നന്ദി ആന്റണി പെരുമ്പാവൂർ കുറിച്ചു. അതേസമയം ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന നിർമ്മാതാക്കളിൽ ഒരാളാണ് ആന്റണി പെരുമ്പാവൂർ. മോഹൻലാലിന്റെ ഡ്രൈവറായി എത്തി പിന്നീട് ആശീർവാദ് ഫിലിംസിന്റെ ഓണറായി മാറുകയായിരുന്നു അദ്ദേഹം. ആന്റണി കഥ കേൾക്കുന്നു എന്നത് 50% ശരിയും 50% തെറ്റുമാണ്. കാരണം ആശീർവാദ് നിർമ്മിക്കുന്ന സിനിമകളുടെ കഥകളെല്ലാം ഞാനും ലാൽ സാറും ചേർന്നാണ് കേൾക്കുന്നതും സ്വീകരിക്കുന്നതും. ആ കഥകളിൽ നടക്കുന്ന ചർച്ചകളിൽ ഞാനും പങ്കാളിയാകാറുണ്ട്. മറ്റ് നിർമ്മാതാക്കൾ ഒരുക്കുന്ന സിനിമകളുടെ കഥകൾ ലാൽ സാർ തന്നെയാണ് കേൾക്കുന്നത്. അത്തരം ചർച്ചകളിൽ ഞാൻ ഇരിക്കാറില്ല. അതിനു കാരണം ഏതെങ്കിലും തരത്തിൽ ആ സിനിമ നടക്കാതെ പോയാൽ എനിക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ പേരിലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയരുതല്ലോ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആദ്യ ചിത്രമായ ആദിയിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു പ്രണവ് മോഹൻലാൽ കാഴ്ചവെച്ചത്. ആക്ഷൻ ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ ക്ലൈമാക്സ് രംഗങ്ങളിലെ ചടുലമായ ആക്ഷൻ രംഗങ്ങൾ അസാമാന്യ മെയ്വഴക്കത്തോടെ ചെയ്ത പ്രണവ് പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു. ഒന്നാമൻ, പുനർജനി തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി എത്തിയ പ്രണവ് ജിത്തു ജോസഫ് ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം തെലുങ്കിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് പ്രണവ്. ജനതാ ഗാരേജ്, ദേവര എന്നീ സിനിമകൾക്ക് ശേഷം കൊരട്ടര ശിവ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിലൂടെയാണ് നടൻ തെലുങ്കിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. കൃതി ഷെട്ടിയാണ് നായികയായി എത്തുന്നത്. ബിഗ് ബജറ്റ് ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം ഈ വർഷം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു റൊമാന്റിക് ആക്ഷൻ ജോണറാണ് ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ ഹരീഷ് കല്യാൺ, നിത്യ മേനോൻ, കാവ്യ താപ്പാർ, നവീൻ പോളി ഷെട്ടി, കാശ്മീര, ചേതൻ കുമാർ തുടങ്ങിയ നിരവധി താരങ്ങളും വേഷമിടുന്നുണ്ടെന്നാണ് വിവരം.